എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇന്ന് നമ്മളൊരു ഇൻഡോർ വാട്ടർ ഫൗണ്ടെയിൻ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് എങ്ങനെ ഒരു ഇൻഡോർ ഫൗണ്ടെയിൻ നമുക്ക് ഡിസൈൻ ചെയ്യാം എന്നാണ് നമ്മൾ ഇവിടെ നിന്ന് കാണിക്കാൻ പോകുന്നത്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ആവശ്യമുള്ളത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ട്രേ നമ്മുടെ വീട്ടിലുണ്ടാവും, അല്ലെങ്കിൽ തന്നെ നമുക്ക് വളരെ ചീപ്പ് റേറ്റിന് കിട്ടാവുന്നതാണ് ഒരു പ്ലാസ്റ്റിക് ട്രേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ബോട്ടിൽ. ഇപ്പോൾ ഞാനിവിടെ പ്ലാസ്റ്റിക് ബോട്ടിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് കട്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തത്. ബെറ്റർ എപ്പോഴും ഒരു വൈൻ ബോട്ടിലുണ്ടെങ്കിൽ ബെറ്ററാണ് എപ്പോഴും. അത് ഗ്ലാസിൻ്റെ ആണ്. ഗ്ലാസ്സിന് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റേ ഡയമണ്ട് ബിറ്റ് ടൂളൊക്കെ വേണം. അപ്പോൾ ഇത് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ തൽക്കാലം ഞാനിത് പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പൈപ്പ് ഞാനൊരു 45 ആംഗിൾ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരു സ്ലോട്ട് ഇട്ടിട്ടുണ്ട് നമ്മുടെ പമ്പിന് സൂട്ടാവാൻ വേണ്ടിയിട്ട്. പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഡിസ്പോസിബിൾ ഗ്ലാസ്സസ് ആണ്, ചെറുത്. നമുക്ക് പല സൈസിൽ കിട്ടുന്നത് ഡെക്കറേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇതില്ലെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല, നിങ്ങളുടെ ഐഡിയ പോലെ നമുക്ക് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യിക്കാം. പിന്നെ കുറച്ച് സ്റ്റോൺസ്, ഇത് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട്. ഇത് കുറച്ച് LED ബൾബ് ഇത് ആക്ച്വലി വീട്ടിലുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഗ്ലാസ് സാധനങ്ങളൊക്കെ പൊട്ടിപ്പോയി, അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ LED സ്ട്രിപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബെറ്റർ. അതെപ്പോഴും വാട്ടർ പ്രൂഫ് LED ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ബെറ്റർ. നമുക്ക് വെള്ളത്തിലാണെങ്കിൽ യൂസ് ചെയ്യാം. കുറച്ച് കണക്റ്റിംഗ് വയേഴ്സ്. പിന്നെ മെയിനായിട്ട് വേണ്ടതാണ് നമ്മുടെ സബ്മേഴ്സിബിൾ പമ്പ്. നമുക്ക് ഓൺലൈനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അക്വേറിയം ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ വാങ്ങാൻ കിട്ടാവുന്നതാണ് ഒരു സബ്മേഴ്സിബിൾ പമ്പ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ എല്ലാത്തിനും ആവശ്യമുള്ളതാണ് ഒരു ഗ്ലൂ ഗൺ എന്ന് പറയുന്നത്. അപ്പോൾ മസ്റ്റായിട്ടൊരു ഗ്ലൂ ഗൺ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്കിനി ചെയ്യാം. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതെങ്ങനെ ഉണ്ടാക്കുന്നു, എന്നിട്ട് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബോട്ടിൽ നമ്മുടെ പൈപ്പ് ഫിക്സ് ചെയ്യാണ്. പൈപ്പ് ഈ ആംഗിളിൽ കട്ട് ചെയ്തില്ല, അതായത് ഈ ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മളിതാ അധികം ഹൈറ്റ് വെക്കേണ്ട, കുറച്ച് നമ്മുടെ വാട്ടർ ലെവലൊന്ന് നോക്കിയിട്ട് അധികം പുറത്തേക്ക് നിൽക്കാത്ത രീതിയിൽ, ഉള്ളിലേക്ക് പോകാത്ത രീതിയിൽ കുറച്ച് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കാനാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ബോട്ടിലിൽ നമ്മുടെ പൈപ്പ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് ഇതൊന്ന് ഡ്രൈ ആയിക്കോട്ടെ. നമ്മളൊരു ആംഗിളിലാണ് ഇപ്പോൾ ഇത് വെച്ചിരിക്കുന്നത്, കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഇങ്ങനെ ചെറിയൊരു ആംഗിളിലാണ് ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ നിൽക്കുന്നത്. ഈ ഒരു ആംഗിളിലേക്ക് നമ്മുടെ വാട്ടർ വീഴുന്നുള്ള രീതിയിൽ ഇതൊന്ന് നമ്മൾ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇത് ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് ഫിക്സ് ചെയ്യാം. ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ പൈപ്പ് നമ്മുടെ പമ്പിലേക്ക് ഫിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ പമ്പ്. അപ്പോൾ പമ്പിൻ്റെ അപ്പിലേക്ക് വെള്ളം വരുന്നത് നമ്മളങ്ങോട്ട് തിരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നത് ഈ പൈപ്പ് ഇതിൽ ഫിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിനാണ് ഞാൻ ഈ സ്ലോട്ട് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്ലോട്ടിൽ വെച്ചിട്ട് ഇതുപോലെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിനി ഇത് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കാൻ പോവാണ്. ഇപ്പം നമ്മുടെ പൈപ്പ് മോട്ടർ പമ്പിൽ ഒട്ടിച്ചിട്ടുണ്ട്. അത് ഇതുവഴി പൈപ്പിൻ്റെ ഇതുവഴി വേറെ വാട്ടർ ലീക്കേജ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പമ്പും നമ്മുടെ ബോട്ടിലും പൈപ്പായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യാനുള്ളത് നമ്മൾ ഇതിൻ്റെ ഒരു സൂട്ടബിൾ പൊസിഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ബോട്ടിൽ എവിടം വരെ വരുന്നു അത് നോക്കിയതിന് ശേഷം നമ്മുടെ ബോട്ടിലിൽ നിന്ന് ഔട്ട്പുട്ട്, അതായത് വെള്ളം വരുന്നതിനനുസരിച്ച് നമ്മുടെ ഗ്ലാസ്സസ് അറേഞ്ച് ചെയ്ത് വെക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയാണെങ്കിലും വെക്കാം. ഞാനിപ്പോൾ ഒരു സർക്കിളായിട്ട് വെച്ച് അതിൻ്റെ ടോപ്പിലൊരു പിരമിഡിക് ഷേപ്പിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് അത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗ്ലാസ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് വെക്കേണ്ടത് ഇത് ഫിക്സ് ചെയ്യേണ്ടതാണ്. ഇത് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ സബ്മേഴ്സിബിൾ പമ്പിൻ്റെ ഹൈറ്റ് ഇത്രയുണ്ട്. അപ്പോൾ നമ്മളിത് കറക്റ്റ് ഇവിടെ ഡയറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ ഒരു ലെവലിൽ വെള്ളം നിൽക്കും. അപ്പോൾ പിന്നെ നമ്മുടെ ഫൗണ്ടെയിന് ഒരു വർക്കിംഗ് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഹൈറ്റ് കൂട്ടി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തൽക്കാലം ഞാനൊരു പ്ലാസ്റ്റിക് ഡപ്പയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് അതിൻ്റെ മുകളിൽ വെക്കാനാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യും. നമ്മുടെ ഫൗണ്ടെയിൻ നല്ലൊരു ഒരു കാണാനും ഒരു ഭംഗിക്കുണ്ടായിരിക്കും. അപ്പോൾ ഇനി അടുത്ത് ചെയ്യുന്നത് നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ മുകളിൽ നമ്മൾ ഈ വെച്ചിരിക്കുന്ന ഫൗണ്ടെയിൻ്റെ ഇത് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഫൗണ്ടെയിൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യേണ്ടത് ഫൗണ്ടെയിൻ്റെ അടിയിൽ ഒരു ലൈറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. LED അവിടെ നമുക്ക് നേരത്തെ കിട്ടിയ ഒരു LED ഇതാണിത്. അപ്പോൾ ഇതിനിപ്പോൾ ഒരു അഡീഷണൽ വയറിംഗ് ആണ് ഞാൻ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഈ അഡീഷണൽ വയർ കണക്ട് ചെയ്യാനായിട്ട്
അപ്പോൾ നമ്മൾ നമ്മുടെ വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഫിക്സ് ചെയ്യാമെന്നുള്ളതാണ്. നമ്മുടെ ഫൗണ്ടൈൻ്റെ കറക്റ്റ് സെൻട്രലായാവുന്ന രീതിയിൽ നമുക്കത് ഫിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ നമ്മുടെ LED ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ ഫൗണ്ടൈൻ്റെ അടിയിൽ വെക്കാമെന്നുള്ളതാണ്. ഫൗണ്ടൈൻ്റെ അടിയിൽ വെക്കാനായിട്ട് നിങ്ങളിത് കൺസീൽ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിത് വെള്ളത്തിൻ്റെ ഉള്ളിൽ ചെയ്യാം. ഞാനിപ്പോൾ അത് ചെയ്യാത്തതിൻ്റെ പേരിൽ ഞാനിപ്പോൾ ട്രേയുടെ അടിയിലാണ് വെക്കുന്നത്. നമ്മുടെ ട്രേ എന്ന് പറയുന്നത് ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ പിന്നെ അതിൻ്റെ പേരിൽ വലിയ പ്രോബ്ലം ഉണ്ടായിരിക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തൽക്കാലം ഇതിപ്പോൾ നമുക്കൊരു ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കാം. ഇപ്പോൾ പ്രസൻ്റ്ലി ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഇതിൻ്റെ അടിയിൽ പ്ലേസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ ചെയ്യുന്നത്. അത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യാനുള്ളത് നമ്മുടെ ട്രേ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനുള്ളത്. നമ്മൾ നേരത്തെ കുറച്ച് സ്റ്റോൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റോൺസ് ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇത് പല പ്ലേസിലായിട്ട് ഞാൻ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റോൺസ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാം. അത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടേതായിട്ടുള്ളൊരു രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഫൗണ്ടൈനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ മറ്റേ ഒരു നെറ്റിൻ്റെ പ്ലേറ്റ് അല്ലെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ കുറച്ചും കൂടി നല്ല ഫ്ലവേഴ്സ് ഇത് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് സിമ്പിൾ ഇപ്പോൾ വീട്ടിലുള്ളത് ഇതൊക്കെ വെച്ചിട്ടാണ് ഈ ചെയ്തത്. അപ്പോൾ അതിൻ്റെ പേരിൽ വേറെ അഡീഷണൽ ഫ്ലവേഴ്സൊന്നും ഇല്ല. അപ്പോൾ അത് നിങ്ങളുടെ ഇതിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും അത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് എന്തായാലും ഓൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് LED ഞാൻ ഇട്ടിട്ടുണ്ട്, അത് നമുക്ക് ഓൺ ചെയ്താൽ ഫസ്റ്റ് LED കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മോട്ടർ ഓൺ ചെയ്യാണ്. നോക്കാം ഇത് സംഭവിക്കണേന്ന്. ഒന്ന് പ്ലേസിങ് ഒന്ന് കറക്റ്റ് ആവാണെന്ന് തോന്നുന്നു. ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കാവുന്നതാണ്. നമ്മുടെ ഫൗണ്ടൈൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ചെയ്യുമ്പോൾ പ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്. ഇത് കുറച്ച് ഫോഴ്സ് കൂടിപ്പോയി വാട്ടറിന്, അതിൻ്റെയാണ് ഒരു പ്രോബ്ലം ഉള്ളത്. വേറെ പ്രോബ്ലം ഒന്നുമില്ല, ബാക്കി എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ റൂമിലത്തെ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് നോക്കിയാൽ എങ്ങനെയാണ്. അഡീഷണൽ ഒരു LED കൂടി ഉണ്ടായിരുന്നു, അത് ഞാൻ ഓൺ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. എപ്പോഴും LED യൂസ് ചെയ്യുമ്പോൾ നല്ല ഒരു RGB കളേഴ്സ് യൂസ് ചെയ്യുക, കളർ LED യൂസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ അറിയില്ല, ഉള്ളത് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അറിയില്ല, നിങ്ങളുടെ ഐഡിയാസ് അനുസരിച്ച് നമുക്കിത് എങ്ങനെ വേണമെങ്കിലും ഇതാക്കി എടുക്കാവുന്നതാണ്. ഇനി മൊത്തത്തിൽ നന്നായിട്ടെന്ന് വിചാരിക്കും. നമ്മളെല്ലാവരും ചെയ്ത് നോക്കാം. എല്ലാവരും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്നതായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളാണ് നമ്മളിതിൽ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നത്. വീട്ടിലേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് എന്നാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാം. നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരെ ബൈ.